ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട്? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ്. നമുക്ക് ഓണം മേക്കപ്പ് ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓണമൊക്കെയല്ലേ വരുന്ന, അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫേസൊക്കെ ഒന്ന് പ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണിൻ്റെയും പിരുകത്തിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് മാത്രമേ ബേസ് മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഐബ്രോസ് കണ്ടപാടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് അന്തരവിലിരിക്കുന്ന ഐബ്രോസാണ്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇച്ചിരി കഷ്ടമാണ്. അങ്ങനെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേക്കൻ്റ് എന്ന് വെച്ചാൽ ഗ്യാപ്പുള്ള സ്ഥലം മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം കോംപ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് ഐബ്രോസ് ഡിഫൈൻഡ് ആക്കി വെക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലൈറ്റ് കളർ കൺസീലർ എടുത്തിട്ട് താഴെ ഭാഗം മാത്രം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ഐബ്രോസ് ഡിഫൈൻ ചെയ്ത് നിൽക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കത്തൊന്നുമില്ല, നല്ല രീതി കാണാനും ഒരു എടുപ്പുണ്ടാവും. ഒന്ന് എന്തുവാ വരച്ച് വെച്ച കണക്കൊന്നും തോന്നത്തൊന്നുമില്ല. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കൺസീലർ വെച്ച് ലൈൻ ചെയ്തിട്ട് പിന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തന്നെ ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഫേസിൽ തന്നെ ഐബ്രോസ് എഴുതുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫേസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുന്നത് സത്യമായിട്ട് വിസിബിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം ഐ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഐ മേക്കപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു സിമ്പിൾ ലുക്കാണ് ചെയ്യുന്നത്. വേറൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് വെച്ചൊന്നൊരു ഷാഡോ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്മഡ്ജ് ചെയ്തിട്ട് ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഇന്നർ കോർണേഴ്സിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയും മാത്രമേ മുകളിൽ കണ്ണിൽ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ബേസ് മേക്കപ്പിലോട്ട് പോവാമെന്ന്. അപ്പോൾ അതിന് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എൻ്റെ ഷെയ്ഡിന് ഏകദേശം മാച്ച് ആവുന്ന ഒരു കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും പിന്നെ കറുത്ത കുറച്ച് പാടുകളുള്ള സ്ഥലത്തൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അതിന് ശേഷം ഒരു ഫേസ് ടിൻ്റ് എടുത്തിട്ട് ഫേസ് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്ലെൻഡിങ്ങിലാണ് നമ്മുടെ ബേസ് മേക്കപ്പ് ഇരിക്കുന്നത് മൊത്തം. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമ്മൾ സ്പഞ്ച് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഫിനിഷ് കിട്ടും. അപ്പോൾ ഇതൊരു ഗ്ലോയി മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി ഫേസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ കൺസീലർ ഇട്ട ഭാഗത്ത് മാത്രം ഒന്ന് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബേസ് മേക്കപ്പ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ കണ്ണ് നമ്മൾ ഓൾറെഡി ആ ഷാഡോസ് മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ, പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു സിംഗിൾ ലൈൻ മാത്രം വരച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് കണ്ണ് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടി മാത്രം. അതിനുശേഷം നമ്മൾ താഴത്തെ ഭാഗത്ത് ആ മുകളിലൊരു ഓറഞ്ച് ഷാഡോ ക്രിയേറ്റ് ചെയ്തില്ലേ, അത് വെച്ചിട്ട് താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാഡോ പോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കണ്ണൊന്ന് വിടർന്ന് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതി മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കോട്ട് ഓഫ് മസ്കാര ഇടുമ്പോഴത്തേക്ക് കണ്ണ് നല്ലപോലെ വിടർന്ന് നിൽക്കും. ഇപ്പം തന്നെ കണ്ണിൻ്റെ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതിന് ശേഷം ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. റീസെൻ്റ്ലി എൻ്റെ ഫേവറേറ്റ് ഒരു സംഭവമാണ് ഈ ബ്ലഷ് എന്ന് പറയുന്നത്. കാരണം പറഞ്ഞാൽ പണ്ട് ഞാൻ ബ്ലഷ് ഇടത്തേ ഇല്ലായിരുന്നു. എനിക്ക് എന്തോ ഒരുമാതിരി തോന്നുമായിരുന്നു. ഇപ്പം കറക്റ്റ് രീതിയിൽ ഇടാൻ പഠിച്ചതിൻ്റെ ആണോ എന്തോണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ബ്ലഷ് ഇടുമ്പോഴത്തേക്ക് ഫേസ് ഒന്ന് എടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഒരു ഗ്ലോയി ലുക്കാണെന്ന്. എന്നിട്ടൊരു ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഹൈ പോയിൻറ്റ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചീക്കിൽ, നമ്മുടെ നോസ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ലൈറ്റായിട്ട് മാത്രം ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ലിപ് ഷെയ്ഡ് എടുത്ത് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഗ്ലോസി ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ലുക്കാണ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ അത്യാവശ്യം കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ലുക്കാണ്. അപ്പം ഈ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻസിലൂടെ പറയണം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവരും ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയോ? ഇനി ഓണത്തിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ലുക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു ഡൂയി ഫിനിഷ് ഉള്ളൊരു ലുക്കാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.